Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi billah. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa ma arsalnaka illa rahmatan lil alamin. Sadaqallahu mawlana al-aliyyul azim. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നല്ലവരായ രക്ഷിതാക്കളെ, പുണ്യ റബീഹിന്റെ അമ്പിളികൾക്കല ആകാശത്ത് ആഗതമായത് മുതൽ സർവചരാചരങ്ങൾ സന്ദർശിക്കുകയാണ്. കാരണം എന്തെന്നല്ലേ, ഇത് ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുൻപ് മക്കയിൽ ഉദയം ചെയ്തത്. ലോകത്താകമാനം സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പ്രകാശം പരത്തിയത്, അറബിയേക്കാൾ മഹത്തെന്ന് പഠിപ്പിച്ചത്, വെളുത്തവരെയും കറുത്തവരെയും ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത്, തൊഴിലാളികൾക്ക് അവൻ അധ്വാനിച്ചതിന്റെ കൂലി അവന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ വച്ചുന്നതിന് മുമ്പ് നൽകണമെന്ന് ഓർമ്മിപ്പിച്ചത്. പെൺകുഞ്ഞ് ജനിച്ചാൽ അവമാനത്താൽ ആ പൊൻ ശരീരം ജീവനോടെ കുഴിച്ചു മൂടിയ കാലം, ആ കാലത്താണ് പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ദുനിയാവിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പാദ്യം സാലിഹത്തായ പെണ്ണാണെന്ന്. തന്റെ പൊന്നുമോൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ എപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും അവരെ ആദരിച്ചു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരുടെ തൃക്കരങ്ങളിൽ ചുംബനങ്ങൾ നൽകിയത്. ഇങ്ങനെ എന്തുകൊണ്ട് ആർക്കും മാതൃകയാകുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിക്കൽ പ്രവാചകൻ അറബിയുടെ തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു വൃദ്ധയായ സ്ത്രീ തലയിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിറകുകെട്ടുമായി പ്രയാസപ്പെട്ട് നടന്നു വരുന്നത് കണ്ട് പ്രവാചകൻ ഒട്ടും താമസിച്ചില്ല. ആ വൃദ്ധയുടെ അടുത്തേക്ക് ഓടി ചെന്ന് വിറകുകെട്ടു തന്റെ ശിരസിലേക്ക് എടുത്തുവെച്ചു ആ സ്ത്രീയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനം ആ സ്ത്രീയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. പക്ഷേ ആ സ്ത്രീ മുസ്ലിം അല്ലായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര മധ്യേ സംസാരത്തിൽ ഏർപ്പെട്ടു. അവർ നബിയോട് പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്നും അയാൾ ഇതുവരെ നമ്മൾ ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളെ ഒന്നും ആരാധിക്കരുതെന്നും ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്നും അയാൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ മുഹമ്മദിന്റെ വഴിയെ അകപ്പെടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഇത് കേട്ട പ്രവാചകൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് വൃദ്ധയുടെ വീട്ടിലെത്തി വിറക് കെട്ട് വൃദ്ധയുടെ വീട്ടിൽ ഇറക്കി വെച്ച് യാത്ര പറയാൻ നേരം വൃദ്ധ നബിയോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഞാനാണെന്ന എന്ന് പറഞ്ഞുകൊണ്ട് മദ്യസ്മിതം തൂക്കിക്കൊണ്ട് മടങ്ങി വരികയുണ്ടായി. ഇതാണ് നമ്മുടെ പ്രവാചകൻ. ശത്രുക്കളെ പോലും തന്റെ വശ്യമായ പെരുമാറ്റം കൊണ്ട് മിത്രങ്ങൾ ആക്കാൻ കഴിവുള്ള സ്വഭാവത്തിന്റെ ഉടമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മരണശേഷം സ്വർഗത്തിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തെ വാങ്ങിക്കൊടുക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.